ചൈനയുടെ പിന്തുണയോടെ 16 മാസത്തിനിടെ 6 ഉപഗ്രഹങ്ങൾ വിന്യസിച്ച് ബഹിരാകാശ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ബഹിരാകാശ രംഗത്ത് അതിവേഗ മുന്നേറ്റവുമായി പാകിസ്ഥാൻ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള വെറും 16 മാസത്തിനിടെ 6 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതോടെ പാകിസ്ഥാന്റെ ബഹിരാകാശ നിരീക്ഷണ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തി മേഖലകൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ പ്രദേശങ്ങൾ കൂടുതൽ കൃത്യതയോടെ നിരീക്ഷിക്കാൻ കഴിയും വിധമാണ് പുതിയ ഉപഗ്രഹ ശൃംഖല വിന്യസിച്ചിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. പൗസാറ്റ് 1, PRSC E01, പ്രസ് 2, HS1, PRSC E02, PRSC E03 എന്നീ ഉപഗ്രഹങ്ങളാണ് കഴിഞ്ഞ 16 മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ ഭ്രമണപഥത്തിലെത്തിച്ചത്. ഔദ്യോഗികമായി കൃഷി, പരിസ്ഥിതി പഠനം, ദുരന്ത നിവാരണം, പ്രകൃതി വിഭവങ്ങളുടെ നിരീക്ഷണം തുടങ്ങിയ സിവിലിയൻ ആവശ്യങ്ങൾക്കാണ് ഇവ ഉപയോഗപ്പെടുത്തുക എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ആധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ സാങ്കേതിക ശേഷി കണക്കിലെടുക്കുമ്പോൾ ഇവയ്ക്ക് സൈനിക ആവശ്യങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്നാണ് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. പുതിയ ഉപഗ്രഹങ്ങളിൽ ഹൈ റെസല്യൂഷൻ ക്യാമറകൾ, ഹൈപ്പർ സ്പെക്ട്രൽ സെൻസറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഇമേജിംഗ് പ്രോസസിംഗ് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താൻ കഴിയുന്ന ഇത്തരം സാങ്കേതിക വിദ്യകൾ സൈനിക കേന്ദ്രങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതിർത്തി പ്രദേശങ്ങളിലെ നീക്കങ്ങൾ, സമുദ്രമേഖലയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കാൻ സഹായകരമാണ്. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേഷ്യൻ മേഖലയ്ക്ക് മുകളിലൂടെ ദിവസത്തിൽ പലതവണ കടന്നുപോകുന്ന ഭ്രമണപഥങ്ങളിലാണ് പുതിയ ഉപഗ്രഹങ്ങളിൽ ചിലത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഒരേ പ്രദേശത്തിന്റെ ചിത്രങ്ങൾ കുറഞ്ഞ ഇടവേളകളിൽ വീണ്ടും വീണ്ടും ലഭ്യമാക്കാൻ ആകും. 2026 ഏപ്രിലിൽ വിക്ഷേപിച്ച PRSC E03 ഉപഗ്രഹം ഉത്തരേന്ത്യയും ജമ്മു കാശ്മീർ മേഖലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ കൂടുതൽ തവണ നിരീക്ഷിക്കാൻ കഴിയുന്ന ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ഉപഗ്രഹ വികസന പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം ചൈനയുടെ പങ്കാളിത്തമാണ്. കഴിഞ്ഞ 16 മാസത്തിനിടെ വിക്ഷേപിച്ച ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും ചൈനീസ് വിക്ഷേപണ വാഹനങ്ങളിലാണ് ബഹിരാകാശത്ത് പാകിസ്ഥാൻ എത്തിച്ചത്. ഉപഗ്രഹ രൂപകൽപ്പന, വിക്ഷേപണ സൗകര്യങ്ങൾ, സാങ്കേതിക പിന്തുണ എന്നിവയിലും ചൈന നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാകിസ്ഥാന്റെ സ്വന്തം ബഹിരാകാശ ഏജൻസിയായ സുബാർകോ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരീക്ഷണ ഉപഗ്രഹ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വരികയാണ്. എന്നാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ 6 ഉപഗ്രഹങ്ങൾ വിന്യസിക്കാൻ സാധിച്ചതിനു പിന്നിൽ ചൈനയുടെ സാങ്കേതികവും സാമ്പത്തികവുമായ പിന്തുണ നിർണായകമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ബന്ധം താരതമ്യേന ശക്തമായ ഘട്ടത്തിലാണെങ്കിലും അതിർത്തി മേഖലകളിലെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും തുടർന്നു വരികയാണ്. ആധുനിക യുദ്ധങ്ങളിൽ ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന പങ്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബഹിരാകാശം സുരക്ഷാ മത്സരത്തിന്റെ പുതിയ വേദിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ സൈനിക ശക്തിക്ക് പുറമെ ബഹിരാകാശ നിരീക്ഷണ ശേഷിയും ദേശീയ സുരക്ഷയുടെ പ്രധാന ഘടകമായി മാറുന്ന കാലഘട്ടത്തിലാണ് പാകിസ്ഥാന്റെ ഈ അതിവേഗ ഉപഗ്രഹ വികസനം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. ദക്ഷിണേഷ്യയിലെ തന്ത്രപ്രധാന ശക്തി സന്തുലിതാവസ്ഥയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമോ എന്നത് വരും വർഷങ്ങളിൽ വ്യക്തമാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.